SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച വ്യക്തിയാണ്, സംഘടനയാണ് SNDP. യോഗത്തിന്റെ നിലപാട് വളരെ വ്യക്തമായി എന്ന് പറഞ്ഞു. ആ വിധി ഉണ്ടായ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, വിധി നിരാശാജനകം. ഇങ്ങനൊരു വിധി ഉണ്ടായത് അങ്ങേയറ്റം ദുഃഖിക്കുന്നു. സ്ത്രീ പ്രവേശനം പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അഥവാ നടപ്പാക്കാൻ ആര് ശ്രമിച്ചാലും കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകൾ ആരും തന്നെ ശബരിമലയിലേക്ക് പോവുകയില്ല. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞവർക്ക് പോകാം. ആ സ്ത്രീകൾ പൂർണ്ണമായും പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾ പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വിധിയെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക്, അയ്യപ്പ ഭക്തർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ഒക്കുന്ന ഒരു വിധി ആയിരുന്നില്ല. അതിൻ്റെ വിചാരങ്ങളെല്ലാം തന്നെ വളരെ അധികം പ്രതിഷേധാർഹമായ രീതിയിൽ അണപൊട്ടി കേരളം മുഴുവൻ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ഒരു കോടതി, കേരള ഗവൺമെൻറ് എന്ത് പറയുന്നു, ബാക്കിയുള്ളവർ എന്ത് പറയുന്നതും ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതെന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തുമാകട്ടെ, ഗവൺമെൻറ്റിനായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ പറയാനൊരു അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം കോടതി എടുക്കട്ടെ. ഏതായാലും സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർക്കാർ നേരത്തെ ഈ തീരുമാനം നടപ്പാക്കാൻ സർക്കാർ തിരുത്തണ്ടേ? അത് സർക്കാർ തിരുത്തണ്ടേന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടവർ തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ രണ്ട് തിരുത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. അത് നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റേതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിന് പ്രഷറോ പിന്നെ ഗവൺമെൻറ് കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. അന്ന് ഒരു നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയിരുന്നല്ലോ, അത് തെറ്റായി തോന്നുന്നു. അവിടെ ചർച്ചാ വിഷയമല്ല. നവോത്ഥാനത്തെ പറ്റിയുള്ള ചർച്ച ചെയ്യാനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാട് കയറാൻ നോക്കണ്ട. എന്നോട് വിളിച്ചത് ശബരിമല കാര്യം പറയാനാണ്. നവോത്ഥാനം കയറി നിങ്ങൾ പല ഉത്ഥാനത്തിലേക്ക് പോകും. ആ വിഷയത്തിലൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരുന്നില്ല, ആ കേസുകളൊക്കെ പിൻവലിക്കട്ടെ. അത് സർക്കാർ തീരുമാനിച്ചോളൂ. ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. കക്ഷി ചേരുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും പ്ലാൻ ആലോചിക്കുന്നത്? ഏപ്രിൽ മാസത്തിൽ എല്ലാവരും അതിനുമുമ്പ് തന്നെ അഭിപ്രായം വലിയ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ കക്ഷി ചേരാനായിട്ട് പോയിട്ട്, പക്ഷേ ഈ ആശയം വെച്ചുകൊണ്ട് കക്ഷി ചേരുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവിടെ. പിന്നെ ഞങ്ങൾ കക്ഷി ചേരേണ്ട കാര്യം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കക്ഷി ചേരേണ്ട കാര്യമില്ല. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കക്ഷി ചേർന്നിട്ടുള്ള പലരുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കക്ഷി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആശയം വളരെ വ്യക്തമായും അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി, ഈ സർക്കാർ പോയി കോടതിയിൽ പുതിയൊരു സത്യവാങ്മൂലം സർക്കാരിൻ്റെ ഭാഗത്ത് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സെക്രട്ടറിയുടെയും SNDP യോഗത്തിൻ്റെ ഒരു താല്പര്യം എന്താ? അതിന് പുതിയൊരു സത്യവാങ്മൂലം വേണോ? സത്യവാങ്മൂലം വേണോ വേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. SNDP യോഗത്തെ സംബന്ധിച്ചുള്ള SNDP യോഗത്തിൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ആ അഭിപ്രായം ദയവ് ചെയ്ത് നിങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. ആരൊക്കെ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് അവരുടേതായ മേഖലയിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ. സർക്കാർ എന്താ ചെയ്യേണ്ടത് സർക്കാർ തീരുമാനിക്കണം. അതെ, സെക്രട്ടറിയുടെ ഒരു അഭിപ്രായം ഇത് യുവതി പ്രവേശനത്തെ അനുകൂലിക്കരുതെന്നുള്ളതാണ്. അതെ. അതുകൊണ്ട് ഇപ്പോൾ NSSൻ്റെ നേതാവ് മിസ്റ്റർ സുവാരപ്പള്ളി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങളെക്കൊണ്ടുള്ള പലരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. അതായത് NSSൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് SNDPക്ക് ഇക്കാര്യത്തിലുള്ളത്. എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ പറഞ്ഞു. ഈ അഭിപ്രായം തന്നെയാണ് NSSനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസങ്ങളും ആചാരങ്ങളും ശബരിമലയിലുള്ളത് പലതും ആചാരങ്ങളും മാറ്റപ്പെടാം, മാറണം.
ആചാരങ്ങൾ വരണം, ദുരാചാരം ഇല്ലാതാക്കണം. പക്ഷേ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ആചാരമായി നിൽക്കുന്നത് മാറ്റപ്പെടേണ്ടതല്ല. ആ ആചാരം ഇന്ന് കീഴ്വഴക്കം എങ്ങനെയോ അതനുസരിച്ച് തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ കണക്കുകൾ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യം പത്രത്തിൽ ഞാൻ വായിച്ചു. അതെല്ലാം കണക്കുകളെ പറ്റി അവരൊക്കെ തർക്കങ്ങൾ പറയുന്നുണ്ട്, ആഡിറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ തമ്മിൽ കണക്ക് പറഞ്ഞ് ശരിയും തെറ്റും കോടതി കണ്ടുപിടിക്കട്ടെ. ദേവസ്വം ബോർഡ് പറയുന്നത് ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകളൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ശരിയായ മിസ്റ്റേക്ക് രഹിതമായിട്ട് അത് കണ്ടുപിടിക്കാനും ആഡിറ്റർമാരൊക്കെ ഉണ്ടല്ലോ. ഇതൊരു കൊള്ളയാണ് എന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട്. എനിക്കറിയില്ല. ഞാനിത് കൊള്ളയിൽ സാക്ഷിയില്ല, കണക്ക് ഞാൻ കണ്ടിട്ടില്ല, ചിലവ് ഞങ്ങൾ അറിയാൻ പാടില്ല. ശരി, താങ്ക് യു. തിരുത്തേണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, 2019 നവോത്ഥാന വനിതാ മതിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ അതിനെ പിന്തുണച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത്. അപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്.